ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ലൈവിൽ ഇപ്പോൾ അനുമോളും നൂറയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മടുത്തു. ഇവിടെ നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ വരെ ഞാൻ പലതവണയും ചിന്തിച്ചിട്ടുണ്ട്. 100 ദിവസം നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു. എല്ലാ ദിവസവും നാളെ ഇവിടുന്ന് പോകും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ നിന്നത്. അപ്പൊ നൂറ അനുമോളുടെ അടുത്ത് തിരിച്ചും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് നീ ശരിക്കും മൈൻഡിൽ അങ്ങ് സെറ്റ് ആക്കി വെച്ചോ. അപ്പൊ എന്താണെങ്കിലും 2 പേരെ ഈ ആഴ്ച ബിഗ് ബോസ് പുറത്താക്കും. അത് പല രീതിയിലുമായിരിക്കും ബിഗ് ബോസ് തീരുമാനിക്കുക. ചിലപ്പോൾ ഇവിടുന്ന് പോയവരിൽ നിന്നും വോട്ട് പിടിച്ചിട്ടോ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്നും വോട്ട് മേടിച്ചിട്ടോ ഒക്കെ ആയിരിക്കും. എന്തായാലും നമ്മളത് മൈൻഡിൽ സെറ്റ് ആക്കി വെച്ചേക്കണം. 2 പേരെ എന്തായാലും പുറത്താക്കാൻ വലിയ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ അനു പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നൂറ, എനിക്ക് ഇവിടെ നിന്ന് പോസിറ്റീവായിട്ടൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ബിഗ് ബോസിൽ നിന്നും ചിലപ്പോൾ എനിക്ക് പേയ്മെന്റ് ഒരുപാട് കിട്ടിയേക്കാം. പക്ഷെ പുറത്ത് വലിയ നെഗറ്റീവായിട്ടും എനിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും എന്നെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ടാകും. എനിക്ക് വലിയ രീതിയിൽ തന്നെ ഭയമുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. അതിപ്പോ എന്താണെങ്കിലും നെഗറ്റീവും ഉണ്ടാകും പോസിറ്റീവും ഉണ്ടാകും എന്ന് നൂറയും പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് എന്തിന്റെ പേരിലാണോ നെഗറ്റീവ് ഉണ്ടാക്കി തന്നത് അത് ആരെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും, അത് എങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കുമെന്ന് നമ്മുടെ അനുമോളും പറയുന്നുണ്ട്. എന്തായാലും അനുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.